A+2 സ്വാഗതം. ഇന്ന് പൊതുവായി ഇൻകം സർട്ടിഫിക്കറ്റിനെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഒരു വരി പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് എന്ന് അപേക്ഷ. കാരണം അതൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാണ്. അപ്പോൾ ഇൻകം സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഫാമിലിയുടെ ആനുവൽ ഇൻകം കണക്കാക്കുന്നതാണ്. ഒരു കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം കണക്കാക്കിയിട്ടാണ് ഇൻകം സർട്ടിഫിക്കറ്റ് നൽകുന്നത്. അത് ഉൾപ്പെടുത്തിയാണ് നൽകുന്നത്. ചിലപ്പോൾ വ്യക്തികൾക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് ആവശ്യമായി വരും. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വരുമാനവും ഫാമിലിയുടെ വരുമാനവും ഒക്കെ ഒരുമിച്ച് ചേർത്ത് തന്നെയാണ് ഇൻകം സർട്ടിഫിക്കറ്റ് നൽകുന്നത്. ഇതിൻ്റെ കാലാവധി 1 വർഷമാണ്. 1 വർഷത്തേക്ക് നമുക്ക് ഈ ഇൻകം സർട്ടിഫിക്കറ്റ് നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാം എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ അറിയേണ്ട ഒരു കാര്യം, ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും യഥാർത്ഥത്തിലും സ്ഥിരമായും ആർജിക്കുന്ന എല്ലാത്തരം വരവുകളുടെയും ആകത്തുകയാണ് വരുമാനമായി കണക്കാക്കുന്നത്. ഇൻകം സർട്ടിഫിക്കറ്റിൽ കണക്കാക്കുന്നത് വരുമാനമാണ്. ഈ വരുമാനം എത്രയാണെന്ന് നിശ്ചയിക്കുന്നതാണ് ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ ബേസ്. അപ്പോൾ വരുമാനം എന്ന് പറയുന്നതിൽ യഥാർത്ഥത്തിൽ ഈ വരി ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കാം, നിങ്ങൾ കേട്ടിരിക്കണം. ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും യഥാർത്ഥത്തിലും സ്ഥിരമായും, ഈ 2 വാക്ക് നിങ്ങൾ കുറിച്ച് വയ്ക്കുക മനസ്സിൽ, യഥാർത്ഥത്തിലും അതുപോലെ സ്ഥിരമായും ആർജിക്കുന്ന വരുമാനമാണ് ഇൻകം സർട്ടിഫിക്കറ്റിന് വേണ്ടി കണക്കാക്കുക. ക്ലിയർ ആയല്ലോ? 1 വർഷം ആണ് ഇത് കണക്കാക്കുന്നത്. 1 വർഷത്തേക്കുള്ള ഇൻകം അപേക്ഷിക്കുന്ന തീയതി മുതൽ പിന്നിലേക്കുള്ള ഒരു കലണ്ടർ വർഷത്തെയാണ് ഇതിന് അവലംബിക്കുക. നിങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത് നിങ്ങൾ അപേക്ഷിക്കുന്ന തീയതി മുതൽ പിന്നിലേക്കുള്ള ഒരു കലണ്ടർ വർഷം, അത് പ്രത്യേകിച്ച് അടിവരയിട്ട് ശ്രദ്ധിക്കുക. ഒരു കലണ്ടർ വർഷത്തെ വരുമാനം ആണ് അതുവരെയുള്ള ആകെയുള്ള സ്ഥിര വരുമാനത്തെയാണ് ഇതിനെ അവലംബിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ചിലപ്പോൾ ഈ ഡൈയിങ് ഹാർനസ്സുകാരുടെ കാര്യത്തിൽ അവർക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുക്കാനുണ്ട്. അങ്ങനെയുള്ള അവരുടെ കാര്യത്തിൽ ആണെങ്കിൽ ഒരു 12 മാസത്തെ പിന്നിലേക്കുള്ള 12 മാസത്തെ വരുമാനമാണ് അതിനുവേണ്ടി എടുക്കുക. പൊതുവായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപേക്ഷിക്കുന്ന തീയതി മുതൽ പിന്നിലേക്കുള്ള കലണ്ടർ വർഷത്തെ ഇത് വരുമാനം ആകെയായിട്ട് എടുക്കും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഇനി തഹസിൽദാർ തരുന്ന ഈ വരുമാന സർട്ടിഫിക്കറ്റ് തഹസിൽദാരല്ല അന്വേഷിക്കുക, വില്ലേജ് ഓഫീസറാണ് അന്വേഷിക്കുക എന്നും മനസ്സിലാക്കുക. വില്ലേജ് ഓഫീസർ തരുന്ന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ തന്നെയാണ് അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ. അദ്ദേഹം ചിലപ്പോൾ ഫീൽഡ് പരിശോധന നടത്തിയിട്ട് അദ്ദേഹത്തിന് സംശയമുള്ള കാര്യത്തിലാണെങ്കിൽ ഫീൽഡ് പരിശോധന ആവശ്യമാണെങ്കിൽ അദ്ദേഹം ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഡോക്യുമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലും നിങ്ങൾ നൽകുന്ന ഡിക്ലറേഷൻ്റെ അടിസ്ഥാനത്തിലും, ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ സത്യപ്രസ്താവന, അതിൻ്റെയും അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസർ ഓഫീസിൽ ഇരുന്ന് തന്നെ റിപ്പോർട്ട് തയ്യാറാക്കി നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യും എന്നും മനസ്സിലാക്കിയിരിക്കുക. ഇനി നമ്മൾ അറിയേണ്ടത്, ഈ ഫാമിലി കുടുംബ വാർഷിക വരുമാനമാണല്ലോ കണക്കാക്കുന്ന ഇൻകം സർട്ടിഫിക്കറ്റിന്. അപ്പോൾ ഈ കുടുംബം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? കുടുംബം പലപ്പോഴും പല നിയമകാര്യങ്ങൾക്കും പല തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിൽ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? അപേക്ഷകൻ്റെ കുടുംബമാണ്. അപ്പം അപേക്ഷകൻ കുടുംബത്തിൻ്റെ ഒരു അംഗമാണ്. പിന്നെ ആരാണ്? അദ്ദേഹത്തിൻ്റെ അപേക്ഷകൻ്റെ ഭാര്യ. അപേക്ഷകൻ എന്ന് പറയുന്നത് അപേക്ഷകയാണെങ്കിലോ വൈഫാണെങ്കിലോ അവരുടെ ഭർത്താവ്. അപ്പോൾ കുടുംബത്തിൽ ആദ്യം വരുന്ന യൂണിറ്റ് എന്ന് പറഞ്ഞതിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്. പിന്നെ ആര്? പേരൻസ്, മാതാപിതാക്കൾ അതിൻ്റെ കൂടെ വരും എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ മാതാപിതാക്കൾ വരുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അവിവാഹിതൻ്റെ കാര്യത്തിൽ ഈ മാതാപിതാക്കളുടെ വരുമാനം കൂട്ടും. എന്നാൽ വിവാഹം കഴിഞ്ഞ മക്കളുണ്ട്, അവർ ഇവരുടെ കൂടെയാണ് താമസിക്കുന്നതെങ്കിലും അവരുടെ വരുമാനം ഇൻകം സർട്ടിഫിക്കറ്റിന് വേണ്ടി കണക്കാക്കുകയില്ല. മറിച്ച് അവരുടെ ഇതൊരു സെപ്പറേറ്റ് യൂണിറ്റായി മാത്രമേ കണക്കാക്കുകയുള്ളൂ. വിവാഹിതരായവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവരുടെ കാര്യത്തിൽ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. ഒരേ വീട്ടിലാണ് താമസിക്കുന്നത്, പേരൻസിൻ്റെ കൂടെയാണ് വിവാഹിതരായ മക്കൾ താമസിക്കുന്നത് ഒരു കുടുംബമായിട്ട്. പക്ഷേ അവരെ ഈ ഒരുമിച്ചുള്ള യൂണിറ്റായി വരുമാന സർട്ടിഫിക്കറ്റിന് എടുക്കുകയില്ല എന്ന് മനസ്സിലാക്കുക. ഇനി എടുക്കുന്ന മറ്റൊരു ഗ്രൂപ്പ് ഈ അപേക്ഷകൻ്റെ കൂടെ
ഒരുമിച്ച് താമസിക്കുന്ന രണ്ടാൻ അച്ഛൻ അല്ലെങ്കിൽ രണ്ടാൻ അമ്മ എന്ന് പറയുന്നവരുടെ വരുമാനം കണക്കാക്കും എന്നുള്ളത് മനസ്സിലാക്കുക. മറ്റൊന്ന്, ഒരുമിച്ച് താമസിക്കുന്ന ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഒരുമിച്ച് താമസിക്കുന്ന സഹോദരനും സഹോദരിയും, അവരുടെ വരുമാനം കണക്കാക്കും. ഇനി വിവാഹിതർ, അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ്, വിവാഹിതരായവർ ഒരു വീട്ടിലാണെങ്കിലും അത് പ്രത്യേകിച്ച യൂണിറ്റ് ആയിരിക്കും എന്ന് ഓർത്തിരിക്കുക. ഇനി അവിവാഹിതരാണെങ്കിലോ പേരൻസിൻ്റെ വരുമാനം കണക്കാക്കും എന്നുള്ളതും ഓർത്തിരിക്കുക. ഇനി ചിലർക്കുള്ള സംശയമാണ് ഈ ഡിവേഴ്സായ ആളുകൾ, വിവാഹമോചനം നേടിയ ആളുകൾ. വിവാഹമോചനം നേടിയ ശേഷം അവർ ഈ കുട്ടികളെ ഇല്ലെങ്കിൽ അപേക്ഷകനോ മറ്റോ ഉപേക്ഷിച്ചിട്ട് അവർ സെപ്പറേറ്റായി പോയി എങ്കിൽ അവരുടെ വരുമാനം എടുക്കുകയില്ല. പക്ഷേ ചിലർ വിവാഹമോചനം നേടിയ അമ്മമാർ പലപ്പോഴും കുട്ടികളുടെ കൂടെയായിരിക്കും താമസിക്കുക. കൂടുതലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. അങ്ങനെ ആണെങ്കിൽ ആ ഡിവോഴ്സിൻ്റെ വരുമാനം എടുക്കും.